ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒന്നിൻ്റെ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടല്ല വന്നേക്കുന്നത്. ഞാൻ ഇന്നൊരു ബ്ലോഗാണ് കാണിക്കുന്നത്. എനിക്ക് കേക്കിൻ്റെ ഓർഡറിൻ്റെ സമയമാണിപ്പോൾ. ഇന്നലെ 15 കിലോ പ്ലം കേക്ക് ഉണ്ടായിരുന്നു. അതിൽ 10 കിലോ കൊണ്ടുപോയി, 5 കിലോ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അന്നേരമാണ് ഓർത്തത് ഒരു ബ്ലോഗ് പോലെ എടുത്തേക്കാവുന്ന. അപ്പം ഇന്ന് ക്യാരറ്റ് കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. ഞാൻ മുട്ടയെല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി പാത്രത്തിൽ ബട്ടർ പേപ്പർ എല്ലാം വെട്ടണം. തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് ഈ സമയങ്ങളെല്ലാം. നമുക്ക് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യണം. ഫുഡെല്ലാം ഉണ്ടാക്കിയ ശേഷമാണ്, എല്ലാം ക്ലീൻ ചെയ്ത് വെച്ച ശേഷമാണ് പിന്നെ നമ്മൾ കേക്കിൻ്റെ ഓർഡറിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ പ്ലം കേക്കിൻ്റെ ഒക്കെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ അടുപ്പേ വെച്ച് ഈസിയായി ചെയ്യാവുന്ന വിധത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഓവനിലാണ്, 2 ഓവനുണ്ട്, ഓവനിലാണ് സെയിൽ ചെയ്യുന്നത്. എനിക്ക് നാളെ കൊടുക്കണം. 10 കിലോ ക്യാരറ്റ് കേക്കാണ് ഞാൻ കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കൂടെ ആ റെസിപ്പി ഒന്ന് കാണിച്ചേക്കാമെന്ന് ഓർത്ത് എടുത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലത്തെ കാപ്പിക്കും എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി, ഉച്ചക്കത്തെ കറികളെല്ലാം ചിക്കൻ കറിയും തോരനും കാബേജ് തോരനും മീൻകറി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലായിടവും ക്ലീൻ ചെയ്തു. രാവിലെ തന്നെ നമ്മുടെ അടുക്കളയിലെ ജോലി എല്ലാം കഴിഞ്ഞെങ്കിലേ നമുക്ക് കേക്കിൻ്റെ പണികൾ തുടരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ഇടയിൽ ഒന്നും നടക്കത്തില്ല. ബർത്ത്ഡേക്ക് 2 കേക്ക് ഉണ്ട്, അതും ഇന്ന് ചെയ്യേണ്ടതാണ്. ഐസിങ് കേക്ക് ഓർഡറുകൾ വരുമ്പോൾ നമുക്ക് സ്ഥിരമായി ഓർഡറുകൾ തരുന്നവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ്. ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ, എല്ലാം കൂടെ കാണിക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചേക്കുവാണ് കേക്കുകൾ. ഇതാണ് പ്ലം കേക്കിൻ്റെത്. 10 എണ്ണം കൊണ്ടുപോയി, ഇനി 5 എണ്ണം ഉണ്ട്. അത് കണ്ട പ്ലം കേക്ക് എല്ലാം ഞാൻ ഇങ്ങനത്തെ കവറിനകത്ത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിനകത്തൊരു പ്ലാസ്റ്റിക് കവറുണ്ട്, അതിനകത്ത് ഇങ്ങനെ വെച്ചേക്കുന്നു. ഞാൻ മുട്ട മേടിച്ച് വെച്ചിട്ടുണ്ട് കുറേ. നിങ്ങളെ ഒരെണ്ണം കാണിക്കാൻ വേണ്ടിയാണ്. ഇതുപോലത്തെ കവറിനകത്ത് ഒരെണ്ണം കയറ്റി ഇങ്ങനെ വെച്ച ശേഷമാണ് ഞാൻ ആ പെട്ടിക്കകത്ത് പാക്ക് ചെയ്യുന്നത്. നല്ല പാക്കിംഗ് ആണ്. ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് 1 കിലോ ഒന്നും തികച്ചില്ല. 700 ഗ്രാം 750 ഗ്രാം ഒക്കെ ഉള്ളു പ്ലം കേക്ക് നമുക്ക്. എനിക്ക് ഓർഡറുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഞാൻ ഒത്തിരത്തോളം എടുക്കുന്നില്ല. എനിക്ക് തീരെ തന്നെത്താനെ എല്ലാം കൂടെ ചെയ്യാൻ. ഇതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ പാത്രം കഴുകാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഞാൻ ക്യാരറ്റ് കേക്കിൻ്റെ 1 കിലോ ക്യാരറ്റ് കേക്ക് നമ്മൾ ഓവനിൽ വെച്ചുണ്ടാക്കുന്ന റെസിപ്പിയും കൂടെ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലൊരു തൂക്കുന്ന ഒരു സാധനത്തെ വെച്ചാണ് ഞാൻ തൂക്കിയെടുക്കുന്നത്. എല്ലാം തൂക്കമാണ്. 1 കിലോ ക്യാരറ്റ് കേക്കിന് 200 ഗ്രാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് വേണം. പിന്നെ അരിഞ്ഞത് ഈന്തപ്പഴം 200 വേണം. 3 മുട്ട വേണം. 180 ഗ്രാം മൈദ വേണം. 1 കപ്പ് പഞ്ചസാര വേണം. 3/4 കപ്പ് ഓയിൽ വേണം. അപ്പം അതിനെല്ലാം ഇതുപോലെ ഞാൻ തൂക്കിയാണ് എടുക്കുന്നത്. ആദ്യമേ ഞാൻ ക്യാരറ്റ് എല്ലാം ഒന്ന് തൂക്കിയെടുക്കും. 2 കിലോ 3 കിലോയ്ക്കുള്ള ഒന്നിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ട് ബാക്കി പിന്നെ എടുക്കത്തുള്ളൂ. ഒന്ന് തൂക്കിയെടുത്ത ശേഷം ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കും. ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇത് തൂക്കിയെടുത്തിട്ട് ഒരു പേപ്പറെ അരിച്ചിട്ട് ഇപ്പുറത്തോട്ടിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കും. എന്നാന്ന് വെച്ചാൽ നല്ലോണം പൊങ്ങണമെങ്കിൽ നല്ലോണം അരിച്ചെടുക്കണം. 180 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കിലോയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ക്യാരറ്റ് എത്രയാണ് കപ്പിനകത്തൊന്ന് അളന്നിട്ട് നിങ്ങളെ കാണിക്കുക. എത്രയാണ് കപ്പ് അളവ്? 180 ഗ്രാം മൈദ എന്ന് പറയുന്നത് 1.5 കപ്പ് മൈദയാണ്. 1 കിലോയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇടേണ്ടത്. ബേക്കിംഗ് സോഡ ഇത് നമുക്ക് ഓവനില്ലാതെ ചെയ്യാം. ഞാനിപ്പോൾ സെയിൽ ചെയ്യുന്നതുകൊണ്ട് ഓവനിലാണ് ചെയ്യുന്നത്. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ഇടാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടണം. ഇത് അരയുടെയാണ്, അപ്പം 2 സ്പൂൺ ഇടണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇത്. ഇതിലേക്ക് പട്ട പൊടിച്ചതാണ്, 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്, ശകല ഉപ്പ്, 1 പിഞ്ച് ഉപ്പ്. ഇത്രയിട്ട് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നൊരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. ഞാൻ കൃത്യമായ അളവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിലേക്ക് 4 ഏലക്ക ചതച്ചിടണം. നമ്മൾ ഇടിക്കുന്ന കല്ലില്ലേ, ചതയ്ക്കുന്നൊക്കെ കല്ലില്ലേ, അതിലേക്ക് 4 ഏലക്ക എടുത്തിട്ട് നമ്മളിങ്ങനെ ചതച്ചിടണം. ഇതിലേക്ക് തോടുകൂടി തന്നെ ചതച്ച് ഇതിലേക്ക് ഇടണം. ഇതെല്ലാം ഇട്ട് നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ഈന്തപ്പഴം എല്ലാം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ എല്ലാം ഷോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. കണ്ടോ, നമ്മുടെ മുന്തിരിങ്ങായും ഫ്രൂട്ടിയും എല്ലാം ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. 1 മാസമായിട്ട് വെക്കുന്നത്. നല്ല ഇതായിട്ട് മയത്തി കിടക്കുവാണ്. ഇതാണ് ഉണ്ടാക്കി ഇപ്പോൾ കുറേ ഉണ്ടാക്കിയില്ല. ഞാൻ 15-17 കിലോളം ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിൽ നിന്നാണ് എടുക്കുന്നത്. ഒത്തിരിയും ബുദ്ധിമുട്ടിയാണ് ഈ കേക്കൊക്കെ സെയിൽ ചെയ്യുന്നവരുണ്ടാക്കി വെക്കുന്നത് കേട്ടോ.
അതുപോലെ തന്നെ ഞാൻ ക്യാരമൽ പിന്നെ കുറേ ഒന്നിച്ച് ഞാനിങ്ങനെ എടുത്ത് ചെറിയ ചെറിയ കുപ്പികൾ ഇതുപോലുള്ള കുപ്പികളിൽ ഞാൻ നിറച്ച് വെക്കും. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അങ്ങനെ എടുത്ത് വെക്കാം. അതിൻ്റെയൊക്കെ വീഡിയോകൾ പിന്നെ ഇടാം ഞാൻ സമയം പോലെ. അതായത് ഓരോ കിലോയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് അല്ല സെയിൽ ചെയ്യുന്നവരെ. ഇത് നമ്മുടെ കടകളിലും മേടിക്കാൻ കിട്ടും ഇതുപോലത്തെ ക്യാരമൽ കളർ. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുവാണ്. ഇതൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ക്യാരറ്റ് കേക്കിന് വേണ്ടി നമ്മൾ 200 ഗ്രാം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് എടുത്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് ബീറ്റർ ഒന്നും മിക്സി ഒന്നും ഇല്ലാതാണ് ഈ ക്യാരറ്റ് കേക്ക് സെയിൽ ചെയ്യുന്നത്. ഈ സമയം ഞാൻ ഓവന് 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് നേരം ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ സമയം ഞാനത് പറയാൻ മറന്നുപോയതാണ്. എനിക്ക് 2 ഓവനുണ്ട്. ഈ ഇരിക്കുന്ന ഒരു ഓവൻ കണ്ടോ, ഓവന് ഇതിലാണ് ഞാനിപ്പം പ്ലം കേക്ക് വെക്കുന്നത്. ഇപ്പോഴത്തെ ഒരു വിസ്ക് കൊണ്ടാണ് ഞാൻ അടിക്കുന്നത്. ഇത്രയും കിലോ ഞാൻ എത്ര കിലോ വിറ്റെന്നറിയാവോ? അതുപോലെ ഇതൊരു സാധനം മതി ഇതുകൊണ്ട്. അപ്പം നനഞ്ഞ് വെള്ളമൊന്നും ഇല്ലാത്ത പാത്രത്തിലേക്ക് 200 ഗ്രാം ക്യാരറ്റ് ഇട്ടു. ഇതിൻ്റെ ഒരു റെസിപ്പി, 1 കിലോയുടെ റെസിപ്പി എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ 200 ഗ്രാം ഈന്തപ്പഴം ഇട്ടു. ഇത് രണ്ടും ഇട്ട ശേഷം ഇതിലേക്ക് 1 കിലോയ്ക്ക് 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഈ പഞ്ചസാര ഈന്തപ്പഴവും എല്ലാം നല്ലോണം നമ്മൾ കൈകൊണ്ട് അടിച്ച്, പഞ്ചസാര ഇപ്പം നല്ലോണം അലിഞ്ഞോളും. മുട്ടയിട്ട് നല്ല കണ്ടോ ഇതുപോലെ നല്ലോണം നമ്മൾ കൈകൊണ്ട് നല്ല ബലം എടുക്കണം. അതുപോലെ നമ്മൾ കണ്ടോ പതിഞ്ഞ് വരുന്നുണ്ടോ. മിക്സിയുടെയും ബീറ്ററിൻ്റെയും ഒന്നും ആവശ്യമില്ല. നല്ല സ്പോഞ്ച് പോലത്തെ ക്യാരറ്റ് കേക്കാണ് കിട്ടുന്നത്. ഇതിലേക്ക് നമ്മൾ വാനില എസൻസ് ഒഴിച്ചിട്ടില്ല. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം ഈ സമയം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ നല്ലോണം ഒന്ന് പതിപ്പിച്ചെടുക്കാം. പതിപ്പിച്ച് വന്നിട്ടാണ് നമ്മൾ ഇതുവരെ ഓയിൽ ഒഴിച്ചിട്ടില്ല. 1 കിലോയ്ക്ക് 1 കപ്പ് പഞ്ചസാരയും 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. 3/4 ഇത് 1/4 കപ്പാണ്. ഇതിന് 3 കപ്പ് ഒഴിക്കാം. എല്ലാ പാത്രത്തിലൂടെ ആക്കണ്ടെന്നും കൊണ്ട് 1/2 കപ്പൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. 1/4 കപ്പിൻ്റെ 3 കപ്പ് 3/4 കപ്പ്. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ നല്ലോണം, നമ്മൾ ഇതുവരെ ക്യാരമൽ കളർ ഒഴിച്ചിട്ടില്ല. ഇതുകൂടെ ഒന്നുകൂടെ ഒന്ന് പതിപ്പിച്ച ശേഷം നമുക്ക് ക്യാരമൽ കളർ ഒഴിക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാരമൽ കളർ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടോ നല്ല കാരമൽ കളറാണ്. നമ്മളങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി. സെയിൽ ചെയ്യുന്നവരൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്. അല്ലാത്തവർക്കൊക്കെ അന്നേരം എടുത്താൽ മതി. കണ്ടോ നമ്മുടെ കേക്ക് നമ്മൾ ബീറ്റർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നിങ്ങളെ കാണിച്ചുകൊണ്ടാണ്. ഞാനിപ്പം വീഡിയോ എടുക്കേണ്ട വേണ്ടിയാണ് നിന്നുകൊണ്ട്. ഞാൻ ഇതിൻ്റെ സ്റ്റൂളിൽ ഇരുന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് 1, 2 അല്ലല്ലോ. നമുക്ക് ഇതിൽ അരിച്ച് വെച്ചേക്കുന്ന പൊടിയിടാം. കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുക്കാം. ഈ ക്യാരറ്റ് കേക്കിൻ്റെ ഒരു പീസിന് 15-20 രൂപയൊക്കെയാണ് സാധാരണ ബേക്കറികളിൽ. ടൗണിലൊക്കെ അതിലും വലിയ വിലയാണ്. അപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നമ്മളിത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ഒരു കെമിക്കലും ചേർക്കാതെ. കണ്ടോ കശുവണ്ടിപ്പരിപ്പൊന്നും ഇട്ടില്ല. വേണമെങ്കിൽ ഇട്ടാച്ചാൽ മതി. നമ്മൾ സെയിൽ ചെയ്യുന്നവർക്കൊന്നും അതൊന്നും മുതലാകത്തില്ല. എന്നാലും ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഒരു 5-6 എണ്ണം അങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പാത്രം നമ്മൾ ബട്ടർ പേപ്പർ എല്ലാം ഇട്ട് ഓയിൽ പുരട്ടി വെച്ചേക്കുവാണ്. അതിലേക്ക് നമുക്ക് ഇട്ടിട്ട് ഓവനിലേക്ക് വെക്കാം. നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഒഴിക്കുന്നതൊക്കെ വീഡിയോ കേക്കിൻ്റെ ഒക്കെ ഇട്ടപ്പം കാണിച്ചതല്ലേ, അതുകൊണ്ടൊന്ന് കാണിക്കാം. വീഡിയോ ഒത്തിരി നീണ്ടു പോകുന്നുണ്ട്. എന്നിട്ട് 3-4 പ്രാവശ്യം ഒന്ന് നല്ലോണം ഒന്ന് തട്ടി കൊടുക്കുക. ഇതിനകത്ത് എയറെല്ലാം പോകാൻ വേണ്ടി. ഓവൻ പ്രീഹീറ്റ് ചെയ്ത് കിടക്കുവാണ്. ഇതിലേക്ക് കൊണ്ടുവെക്കാം. നമുക്ക് 10 മിനിറ്റ് ആയപ്പോൾ ഇത് ഓഫായിരുന്നു. തന്നെത്താനെ ഓഫാവും. എന്നിട്ട് ഇത് വെച്ചിട്ട് 1 മണിക്കൂർ വേണം. നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചാലും ഓവനെ വെച്ചാലും കറക്റ്റ് 1 മണിക്കൂർ വേണം. അങ്ങനെ 160-ലിട്ടാണ് കേക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് 1 മണിക്കൂർ. ഈ സമയം കൊണ്ട് നമ്മൾ അടുത്തത് അപ്പോൾ ഉടനെ തന്നെ എല്ലാം റെഡിയാക്കി വെക്കും. അപ്പോൾ ഇതെടുക്കുമ്പോൾ അടുത്ത ഒരു കേക്ക് വെക്കും. അങ്ങനെയാണ് വെക്കുന്നത്. ഒരു അരയുണ്ടെങ്കിൽ ഉടനെ ഒരു അരയും കൂടെ വെക്കാം. ഇതിൽ ഇത് വേകുന്ന സമയം കൊണ്ട് ഐസിങ്ങിന് വേണ്ട ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ആ സമയം അതൊന്നും ഉണ്ടാക്കട്ടെ. ഇനി ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വീഡിയോ വെന്ത് കഴിയുമ്പോൾ കേക്ക് വെന്ത് കഴിയുമ്പം കാണിക്കും. ഇതൊക്കെയാണ് കഷ്ടപ്പാടുകൾ. അതൊക്കെ ഞാൻ കാണിക്കുമായിരുന്നു. നിങ്ങൾ കണ്ടോ ഒരു കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ അടുക്കളയുടെ അവസ്ഥകൾ കണ്ടോ. ഞാൻ കിടന്ന് തന്നെത്താനെ കഷ്ടപ്പെടുന്ന കണ്ടോണ്ട് എൻ്റെ അടുത്തുള്ളൊരു ചേച്ചി വന്ന് എനിക്ക് ക്യാരറ്റൊക്കെ ചിരണ്ടി തരുന്നുണ്ട്. കണ്ടോ ചേച്ചി എന്നെ സഹായിക്കാൻ വന്നാണ്. ഇങ്ങനെ കൂട്ടുകാരൊക്കെ വന്ന് സഹായിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ക്യാരറ്റ് കേക്കിൻ്റെ ഉണ്ടാക്കിയ വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കാണ്. അതിൻ്റെ ഐസിങ്ങും കഴിഞ്ഞു. ഇതിപ്പം കൊണ്ടുപോകാൻ ആൾക്കാർ വരും.
അങ്ങനെ നമ്മുടെ ഇന്നലെ വൈകിട്ട് അതെല്ലാം കേക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ ഓർഡറിനുള്ളത് നമ്മളിപ്പം ഈ അടുക്കളയിലെ പണിയെല്ലാം കഴിയുമ്പോൾ നമുക്ക് ക്യാരറ്റൊക്കെ ചിരണ്ടി എടുക്കണം. ഇന്നെനിക്ക് 12 കിലോ ക്യാരറ്റ് കേക്ക് ഉണ്ട് ഓർഡർ. അപ്പം ഇന്നലെ ഇതുണ്ടാക്കിയതെല്ലാം നമ്മൾ പാക്കിങ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ക്യാരറ്റ് കേക്ക് നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ റെസിപ്പിയാണല്ലോ നിങ്ങളെ കാണിച്ചത് ഞാൻ. ഇത് കണ്ടോ, നല്ല പഞ്ഞി പോലത്തെ ക്യാരറ്റ് കേക്കാണ്. ഉണ്ടോ, ഇതിപ്പം ഈ പ്ലം കേക്കിൻ്റെ കൂടെ 1/2 കിലോ പ്ലം കേക്ക് 6 പിന്നെ 1 കിലോയും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇതും കൂടെ ആണ് ഒരാൾക്കാണ്. അപ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കാം. ഞാൻ ക്യാരറ്റ് കേക്ക് പാക്ക് ചെയ്യുന്നത് ഈ കവറിനകത്താണ്, പ്ലാസ്റ്റിക് കവറിനകത്താണ്. മറ്റത് പ്ലാസ്റ്റിക് കവറിന് ഇതുപോലത്തെ കവർ. പ്ലം കേക്കിന് നമുക്കത് പ്ലം കേക്ക് 1/2 കിലോ നിങ്ങളെ കാണിക്കാം. ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ലാസ്റ്റത്തെയാണിത്. ഇത് 1/2 കിലോ. ഇതുപോലാണ് ക്യാരറ്റ് കേക്ക് പാക്ക് ചെയ്യുന്നത്. അപ്പം അടുത്തൊരു ചെറിയൊരു ബ്ലോഗായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ബ്ലോഗൊക്കെ ചെയ്യുന്നത്. നിങ്ങളെയും കൂടി ഈ കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് ഓർത്താണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.